ഞാൻ എനിക്ക് വിഷുവിന് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് എഴുത്ത് കണ്ടിട്ട് ഒരാൾ അയച്ചു തന്നതാണ്. എനിക്ക് അയച്ചു തരാൻ വേറെ ആരും ഇല്ല, അതുകൊണ്ട് അയാളെ ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. പക്ഷെ അയാൾ അയാളുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധനമൊക്കെ ഉണ്ട് നാം തൊട്ടത്. പറയട്ടെ, ഇന്ന് തുറക്കുള്ളത് പെട്ടുണ്ട്. എനിക്ക് ഇതേപോലത്തെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല ഗൈസ്, ആദ്യമായിട്ടാണ്. വിളക്കുണ്ട്, കൈനീട്ടമുണ്ട്, പാലടപ്പായസം കിറ്റുണ്ട്, ചിപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് അമ്മക്ക് സാരിയാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അനിയത്തിക്ക് സാരി. ഒരു മുണ്ടുണ്ട്, പിന്നെ 2 മഞ്ഞ റോസ് ഉണ്ട്. മഞ്ഞ റോസ് ഒന്നിൻ്റെ ഒരു പ്രതീകമാണ്. ഇത് അന്വേഷിക്കണം. അടുത്തതായിട്ട് നമുക്ക് അടുത്ത കിറ്റ് പൊളിക്കാം. ഇത് ഞാൻ എടുക്കാണ്ട് ചിലപ്പോൾ സൂക്ഷിച്ചു വെക്കും. വാൽക്കണ്ണാടി ഉണ്ട്, വാൽക്കണ്ണാടി. എന്റെ മുഖത്തിന് രസമില്ലല്ലേ? ഇതിൻ്റെ അകത്ത് മയിൽപ്പീലിയുണ്ട്, കൃഷ്ണനുണ്ട്. ഈ ചിത്രം ഞാൻ വരക്കും. ഈ കൃഷ്ണൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൃഷ്ണന് നല്ല ചിത്രം. കൃഷ്ണന്റെ പ്രതിമയുണ്ട്. എനിക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ തരുന്നത്? കമ്മലുണ്ട്. ഇത് അനിയത്തിക്ക് അമ്മക്ക് കൊടുക്കാം. ഇതിലും വിഷു കൈനീട്ടമുണ്ട്. ഇതിലും ഒരു സാരിയുണ്ട്, ഒരു മുണ്ടുമുണ്ട്. ഞാൻ എല്ലാവരും ഉള്ളവരും പൊളിക്കണം എന്ന് വിചാരിച്ച നോക്കുമ്പം അനിയത്തി വിളിച്ച് നിർബന്ധിക്കുക, നോക്ക് സാരി വേണം സാരി വേണം എന്ന് പറഞ്ഞു. എനിക്ക് ഇതിൻ്റെ സാരി ഉള്ളത് നമുക്ക് ആദ്യം അറിയാവുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇപ്പം പൊളിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഉള്ളവരും പൊളിച്ചാൽ മതിയായിരുന്നു. താങ്ക് യു. അതിനോട് താങ്ക് യു പറയില്ല ഞാൻ പറഞ്ഞു. ഞാൻ നന്ദിയില്ലാത്തവരാണ്.